ദൈവതുല്യരിൽ ഒരാൾ അകത്തായിട്ടുണ്ട്. ഇന്ന് ഇന്ന് രാവിലെ SIT ചോദ്യം ചെയ്യാനായിട്ട് കണ്ഠര് രാജീവരെ വിളിച്ച് തിരുവനന്തപുരത്ത് കൊണ്ടുപോയി. ചോദ്യം ചെയ്യൽ കഴിഞ്ഞിട്ട് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തി. വൈദ്യപരിശോധനയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ കോടതിയിലേക്ക് കൊണ്ടുപോവാണ്, മജിസ്ട്രേറ്റിന് മുമ്പിലോട്ട് കൊണ്ടുപോവാണ്, ജഡ്ജിയുടെ മുമ്പിലേക്ക് കൊണ്ടുപോവാണ്. അവിടുന്ന് അത് റിമാൻഡ് ചെയ്യാനായിട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ ഇത് പത്മകുമാറാണ് കഴിഞ്ഞ ഒക്ടോബറിലാണ് പറഞ്ഞത്, ദൈവതുല്യരായി കാണുന്ന ആളുകളുണ്ടെങ്കിൽ ഞാനെന്തോ ചെയ്യുമെന്ന് ചോദിച്ചു. ഒന്നും ചെയ്യണ്ട, ഇപ്പം അദ്ദേഹം അകത്ത് കിടക്കുകയാണ് സൗകര്യമായിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ കൂട്ടിന് ആളെ കിട്ടും. ഇനി ഇത് ആരിലേക്കൊക്കെ അന്വേഷണം പോവും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. അതായത് ഈ തന്ത്രിമാരെന്നൊക്കെ പറയുന്ന ആളുകളെ വളരെ വളരെ അവരെ ഈ ഒരു ദൈവതുല്യരായിട്ടാണ് ഈ ആളുകൾ പലരും കാണുന്നത്. അപ്പോൾ അത് പക്ഷെ അങ്ങനെ കണ്ടേക്കുന്ന ചില ആളുകൾ ചെയ്യുന്ന പ്രവൃത്തികളെന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ ഒക്കത്തില്ല. മറ്റൊരാൾ ആണെന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീയുടെ വീട്ടിൽ കയറി കാര്യം അത് അറിയാം, വളരെ മോശമായി ട്രാക്ക് റെക്കോർഡുള്ള ഒരു സ്ത്രീയാണ്. അവർ ഒരുപാട് കേസുകളിൽ പെട്ടവരാണ്. അപ്പോൾ അത് അവരുമായിട്ടുള്ള ഇടപാടിനകത്ത് പോയിട്ട് ഇയാളുടെ സ്വർണവും ഇതെല്ലാം സ്വർണ്ണമൊക്കെ ഇട്ടുകൊണ്ട് നടക്കുക എന്ന് പറയുന്നത് ശരീരം മൊത്തം സ്വർണ്ണമാണ്. കാരണം ഇഷ്ടംപോലെ പണമുണ്ടല്ലോ, ഈ പണത്തിനൊരു കുറവുമില്ല അവർക്ക്. അത് കാരണം അന്ന് ഏതാണ്ട് 40-40 പവനാണ് അയാളുടെ കയ്യിൽ നിന്ന് അവർ അടിച്ചു മാറ്റിയത്. കയ്യിൽ നിന്ന് വളയും വലിയ മാലയും ഇതൊക്കെ ഇട്ടുകൊണ്ടാണ് അവിടെ പോയത്. അത് നമ്മുടെ വളഞ്ഞമ്പലത്തിന് തൊട്ടപ്പുറത്തുള്ള ഒരു ഫ്ലാറ്റിലായിരുന്നു സംഭവം. അവിടുന്ന് ഓടി രക്ഷപ്പെട്ടതാണ് എങ്ങനെയെങ്കിലും. അപ്പോൾ ആ ജംഗ്ഷന് പോലും ഒരു പേര് കുറേ നാളുണ്ടായിരുന്നു, തന്ത്രിമുക്കെന്ന് എന്നൊരു പേരുണ്ടായിരുന്നു. അപ്പോൾ അയാൾ ഈ ശബരിമലയിൽ കയറണം, അയാളെ തന്ത്രസ്ഥാനത്തേക്ക് അയാളെ അവരോധിക്കണം എന്നും പറഞ്ഞ് ഞാൻ ദേവസ്വം ബെഞ്ചിൽ ഞാൻ അംഗമായിരിക്കുമ്പോൾ അവിടെ ഞാൻ ദേവസ്വം ബെഞ്ചിലുണ്ടായിരുന്ന സമയത്ത് 2-3 പ്രാവശ്യം സമീപിച്ചു. അപ്പം ശ്രീ തോട്ടത്തിൽ രാധാകൃഷ്ണൻ അന്ന് അദ്ദേഹവും ഞാനും കൂടാണ് അന്ന് നോക്കിക്കൊണ്ടിരുന്ന. ആദ്യം ഒരു കാരണവശാലും ഇയാളെ അവിടെ കയറ്റുന്ന പരിപാടിയേ ഇല്ല എന്നുള്ള ഒരു ശക്തമായ തീരുമാനം ഞങ്ങൾ എടുത്തായിരുന്നു. അത് കഴിഞ്ഞതിനൊക്കെ ശേഷമാണ് ഈ രാജീവർ വരുന്നത്. ഇപ്പോൾ ഈ രാജീവർ എന്ന് പറയുന്ന ആളും ആരാണെന്നുള്ളതിനെക്കുറിച്ച് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഈ സ്വർണ്ണക്കൊള്ള ഈ വിവാദം ഇത് വന്നപ്പോൾ അതിൽ ഈ ഉണ്ണികൃഷ്ണൻ പോയിട്ട് ശബരിമലയിലേക്ക് ഇറക്കുമതി ചെയ്തത് വേറെ ആരുമല്ല, രാജീവർ തന്നെയാണ്. അത് ഇന്നേ വെളിവായതാണ്. അപ്പോൾ ഈ അറസ്റ്റ് എന്തുകൊണ്ട് നടക്കുന്നില്ല എന്നുള്ളത് ഞാനിങ്ങനെ വീഴ്ചകൊണ്ടിരിക്കുക. കാരണം അത് പക്ഷേ അത് പറയാൻ പോയി കഴിഞ്ഞാൽ ഒരു ജനങ്ങളുടെ വികാരമായിട്ട് അതങ്ങ് മാറും. അങ്ങനെ വികാരമായിട്ട് മാറിയതുകൊണ്ട് കാര്യമില്ല. തന്ത്രിയായാലും മന്ത്രിയായാലും കൊള്ളയടിച്ച അതിന് കൂട്ടു നിന്നാൽ അതിനു വേണ്ടിയുള്ള ഒത്താശ ചെയ്തു കൊടുത്താൽ പിടിക്കപ്പെടണം. അത് അവരുടെ പൊസിഷനോ ഒന്നും അധികാരം അല്ലെന്നുണ്ടെങ്കിൽ അതേപോലെ ആത്മീയതയിലൂടെയുള്ള അധികാരം ഇതൊന്നും അതിന് വിലങ്ങതേടിയാവാൻ പാടില്ല. അതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഈ അറസ്റ്റ്. ഇനി അറസ്റ്റ് ഇന്നത്തെ എങ്ങോട്ട് പോകും എന്നുള്ളതാണ്. കാരണം ഇത് പണ്ട് ഈ രാജീവർ ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രത്തിൽ നിന്നാണ്. അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ഉണ്ടായിരുന്നു. ആ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവിടെ കൊണ്ടുവന്ന് ഒരു സഹായിയായിട്ട് നേരെ കൊണ്ടുവന്ന് കയറ്റി അയാൾക്ക് വേണ്ട എല്ലാ സ്പോൺസർഷിപ്പിന് വേണ്ട എല്ലാ പരിപാടികളും അങ്ങ് ചെയ്തു കൊടുത്തു. ആ ചെയ്തു കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വാക്കിന് മറുവാക്കില്ല. ഈ തന്ത്രിമാരെ അങ്ങ് പറയും ഇതാണ് എന്നങ്ങ് പറയും. അപ്പോൾ ഇത് തന്ത്രിയും കൂടെ ചേർന്നുകൊണ്ട് തന്നെയാണ് ഈ പണികളെല്ലാം നടത്തി എന്നുള്ളതിൻ്റെ തെളിവ് ശരിയായിട്ട് കിട്ടിയതാണ്. അപ്പോൾ പിന്നെ ഇനി അറസ്റ്റ് അത് വൈകിപ്പിക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് ഏതായാലും തന്ത്രിയെ അപ്പോൾ അറസ്റ്റായി. ഇനി ആരെ അവസാനം അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ നോക്കണം. ഇനി ഇതിന് മേളിലോട്ടുള്ള വേറെ ആളുകളുണ്ട്, ഇവരെയൊക്കെ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന ആളുകൾ, നിയന്ത്രിക്കാൻ പാകമായിട്ട് ഒരു അതിനുള്ള കഴിവുള്ള ആളുകൾ, അധികാരമുള്ള ആളുകൾ, അവരിലേക്ക് ഈ അറസ്റ്റ് ഇനി വൈകാതെ പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് കേട്ടോ. ഇപ്പം തന്നെ
മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രമുഖരായ 3 നേതാക്കൾ അകത്താണ് കിടക്കുക. അപ്പോൾ ഇത് അവർക്കെതിരെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു നടപടിയും രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ CPM സ്വീകരിച്ചിട്ടില്ല. ഇന്നും ഇടതുമുന്നണി കൺവീനർ പറഞ്ഞു, മുഖ്യമന്ത്രി പണ്ട് പറഞ്ഞ വാചകം എടുത്ത് വിളമ്പുന്ന കണ്ടു, ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ്. പിന്നെ ആരുടെ കൈയാണ് ശുദ്ധമല്ലാത്തത്? ശുദ്ധമായതുകൊണ്ടാണോ ഈ അകത്ത് കിടക്കുന്ന 3 അഴി എണ്ണുന്നത് ഈ കൈകൾ ശുദ്ധമായതുകൊണ്ടാണോ? ഇനി ആരുടെ കൈയൊക്കെയാണ് ശുദ്ധം എന്നുള്ളത് ഇനിയിപ്പം നമുക്ക് കണ്ടറിയാം. അന്വേഷണം വരട്ടെ, നന്നായിട്ട് അന്വേഷിക്കട്ടെ. ഇനിയിപ്പോൾ ഇതോടൊപ്പം തന്നെ ഒരു ഈ ED ഇപ്പോൾ ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. FIR അവർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ED ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അന്വേഷണം പോയിക്കൊണ്ടിരിക്കുക. കാരണം അവിടെ ഈ കള്ളപ്പണ ഇടപാട് നടന്നു എന്നും അതിന് വഴിയൊരുക്കാനാണ് ഈ മാർഗം ചെയ്തതെന്നുമൊക്കെ ഉള്ള കാര്യങ്ങൾ വെളിയിലേക്ക് വരുന്നത് കൊണ്ടാണ് ED കേസ് രജിസ്റ്റർ ചെയ്തത്. ED രജിസ്റ്റർ ചെയ്ത കേസ് അവരാദ്യം അന്വേഷിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി, അതുപോലെ തന്നെ പങ്കജ് ഭണ്ഡാരി, അതായത് സ്മാർട്ട് ക്രിയേഷൻസിനുള്ള പങ്കജ് ഭണ്ഡാരി, അതുപോലെ മറ്റേ ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ആയിട്ടുള്ള ഗോവർദ്ധൻ, ഇവരുടെ പണ ഇടപാടുകളെക്കുറിച്ചാണ് ആദ്യം അന്വേഷിക്കുന്നത്. അത് വലിയ വലിയ തലങ്ങളിലേക്ക് നീങ്ങും എന്നുള്ളതിന് സംശയമൊന്നും വേണ്ട. കാരണം അതിന് ശരിയായ രീതിയിൽ അന്വേഷിക്കുകയാണെങ്കിൽ, കേസ് ഒതുക്കുന്ന പരിപാടി സാധാരണ ചെയ്യുന്ന EDക്ക് ഇതെങ്കിലും അത് ഒതുക്കാതെ ഇത് അന്വേഷിക്കാനുള്ള മാർഗമാണെന്നുണ്ടെങ്കിൽ വലിയ വഴികൾ തുറന്നു കിട്ടും. ഇനി അത് മാത്രമല്ല, ഇവരെ കൊണ്ട് പോരാ, ഈ SIT അല്ല മാത്രമായിട്ട് ഇത് അന്വേഷിച്ചാൽ ഒക്കത്തില്ല. അതുകൊണ്ട് CBI അന്വേഷണം ഇതിൽ വേണം എന്നും പറഞ്ഞുള്ള ഹർജി ഹൈക്കോടതിയിലുണ്ട്, ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ അത് ഈ അന്വേഷണം ഇവർ നന്നായിട്ടങ്ങ് നടത്തുന്നെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇവരുടെ കൈകൾ ഇങ്ങനെ കെട്ടിയിട്ടേക്കുമ്പോൾ അവർക്ക് പലരിലേക്കും എത്താൻ പറ്റുന്നില്ല. അതാണ് പ്രശ്നം വരുന്നത്. അങ്ങനെ എത്തണം. ഇവരെ ചോദ്യം ചെയ്തേക്കുന്ന ആളുകളെ എല്ലാം അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അത് ഒരു തവണ ചോദ്യം ചെയ്താലും വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് അറസ്റ്റിലേക്ക് നീങ്ങും എന്നുള്ളതാണ്. ഇനി നമ്മളൊക്കെ നോക്കിയിരിക്കുന്നത് ഈ തന്ത്രിയിൽ നിന്ന് മന്ത്രിയിലേക്കുള്ള ദൂരം എത്രയാണ് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ രീതിയിൽ വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഇപ്പോൾ യഥാർത്ഥത്തിൽ CPM വളരെ പ്രതിരോധത്തിലാണ്. ഇത് ഈ സ്വർണ്ണക്കൊള്ള വിവാദം ഒന്നും പാർട്ടി ബാധിച്ചിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ അങ്ങ് വിളിച്ച് പറയുകയാണ്. പാർട്ടിയെ ബാധിക്കത്തില്ല, അത് ജനങ്ങളെയാണ് ബാധിക്കുന്നത്. ജനങ്ങൾക്കുണ്ടല്ലോ ഇതുപോലെ അയ്യപ്പൻ്റെ സ്വർണ്ണമൊക്കെ കൊള്ളയടിച്ച് വെക്കുന്നവരെ അവർ ഒരു പുരിയം ചുളിക്കാതെ അവർ നോക്കത്തില്ല, നെറ്റി ഒളിക്കാതെ അവർ അങ്ങോട്ട് നോക്കുന്ന പ്രശ്നമില്ല. അപ്പോൾ എപ്പോഴായാലും ശരി ഇത് പിടിക്കപ്പെടണം. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് തന്ത്രിയിൽ നിന്നും മന്ത്രിയിലേക്കുള്ള ദൂരം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഏതായാലും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.